നാഗർകോവിലിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ തോവാളയിലേക്ക്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അറിയാലോ, അത് ഈ പൂ മാർക്കറ്റ് തന്നെയായിരിക്കും. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇത്. നമ്മൾ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് എന്താണെന്നറിയോ, ഒരുപാട് നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതും പിന്നെ ബോക്സുകളിൽ നിറച്ചു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ എന്നും പൂക്കച്ചവടം ആരംഭിക്കുന്നത് വെളുപ്പിന് 4 മണിക്കാട്ടോ. അതെല്ലാ ദിവസവും അങ്ങനെയാണ്. അതുപോലെ തന്നെ 8 മണിയോടുകൂടി ഭൂരിഭാഗം പൂക്കളുടെ കച്ചവടവും കഴിയും. ഇപ്പോഴത്തെ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ഇനി കച്ചവടത്തിനായിട്ട് ബാക്കിയുള്ളൂ. ശരിക്കും ഇവിടുത്തെ പൂക്കച്ചവടം കാണണമെങ്കിൽ വെളുപ്പിന് 4 മണി സമയത്ത് വരേണ്ടി വരും. കന്യാകുമാരി ജില്ലയിലേക്കും പിന്നെ നമ്മുടെ തെക്കൻ കേരളത്തിലേക്കും ആവശ്യമായ പൂക്കളുടെ പ്രധാനപ്പെട്ട വിപണിയാണ് ഈ ഫ്ലവർ മാർക്കറ്റ്. ഇവിടെ തോവാളയിലും അടുത്തുള്ള ഗ്രാമങ്ങളിലും കൃഷി ചെയ്യുന്ന മുല്ല, പിന്നെ അതുപോലെ പിച്ചി, താമര, അരളി, റോസ് എന്നീ പൂക്കൾക്ക് പുറമെ സേലം, ഹൊസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന മറ്റനേക തരത്തിലുള്ള പൂക്കളുടെ കച്ചവടവും നടക്കുന്നുണ്ട്. ഇവിടെ മരച്ചുവട്ടിൽ കുറച്ച് ആൾക്കാരിരുന്ന് പൂമാലകൾ കെട്ടുന്നുണ്ട്. ഞങ്ങൾ കാഴ്ചകൾ കണ്ടു നടക്കുന്നതിനിടയിൽ പുറകിൽ നിന്നൊരു ചോദ്യം കേട്ടു. ഓണം ഉണ്ടാവും. ഇപ്പൊ കുറച്ച് കൊറോണ കൂടുതലാണ് അവിടെ കുറച്ച് കൊറോണ കൂടുതലാണ്. ഓണാവുമ്പോഴത്തേക്കും ശരിയാവും തോന്നുന്നു. ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടല്ലേ? ഇവിടെയും ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ട്. ഇവിടെ 1 കിലോ 2 കിലോ വിൽക്കാനുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ട്. ഇപ്പൊ എങ്ങനെ കച്ചവടം പൊതുവെ? ഉണ്ട്, കച്ചവടം ഉണ്ട്. ഈ പൂക്കളൊക്കെ എവിടുന്നാ വരുന്നത്? എവിടെ പൂക്കള് ഒസൂർ, ഈ ഐറ്റങ്ങളെല്ലാം റോസ്, കാൻഡികളൊക്കെ ഒസൂർ, ബാംഗ്ലൂർ അവിടെ നിന്ന് വരണം. പിന്നെ അരളി, പിച്ചി, മുല്ല ഇതെല്ലാം ഇവിടെ പളവൂർ, ആവറകുളം இந்த மாதிரிയുള്ള ഏരിയ. ടീപ്പ് റോസ് ഇല്ലേ, അതെല്ലാം ടീപ്പ് റോസ്, അതെല്ലാം ഇവിടെ. ചെറിയ റോസ് അല്ലേ? ചിന്ന റോസ്, ടീപ്പ് റോസ്, ചമ്പങ്കി ടീപ്പ് റോസ്. ഇതൊക്കെ ഒസൂർ അവിടെ. പാക്കറ്റിൽ വരണുള്ള റോസ് ഇവിടെ ലോക്കലായിരുന്നു വരും. അവിടെ കളിച്ചാ ഭക്ഷണങ്ങൾ കളിച്ചില്ല? ഭക്ഷണം കഴിക്കാൻ പോകുന്നുള്ളൂ. മുരുകൻ. നമ്മളവിടെ എത്തും. ഇവിടെ ട്രിവാൻഡ്രത്തിലെ നിറയെ ആളുകളൊക്കെ കെട്ടി കൊടുക്കും. അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്നും മനസ്സിലായില്ലേ നമ്മുടെ ഓണാഘോഷവും തോവാളയിലെ പൂക്കച്ചവടവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. തെക്കൻ കേരളത്തിലെ മലയാളി അത്തം നാൾ മുതൽ 10 ദിവസം ഇടുന്ന ഓണപ്പൂക്കളത്തിലെ പൂക്കൾ തോവാളയിൽ നിന്നാണ് വരുന്നത്. എല്ലാവരും ഒന്നും അങ്ങനെ അല്ല കേട്ടോ. എന്നാൽ ഭൂരിഭാഗം മലയാളികളും ഇന്ന് പൂക്കളം ഇടുന്നത് തോവാളയിലെ പൂക്കൾ കൊണ്ടാണ്. നമുക്ക് ഓണം ഇല്ലെങ്കിൽ അതൊരു വലിയ പരിധി വരെ തോവാളയിലെ പൂ കർഷകരെയും പൂ കച്ചവടക്കാരെയും ബാധിക്കും. ആ ടെൻഷനാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് പിന്നിൽ. എന്നാൽ ഈ ടെൻഷൻ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നതെന്നൊക്കെ. എന്ത് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരല്ലേ. ഇങ്ങനെ തന്നെയാണ് ഭൂരിഭാഗം ഞങ്ങൾ പരിചയപ്പെടുന്ന ആൾക്കാരും. രാവിലെ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ജോലി ഇവിടെ? 4 മണിയിൽ. അപ്പോൾ ഇത് എത്ര നേരം ചെയ്യും നിങ്ങളിത്? എത്ര നേരം ഉണ്ടോ? ഓർഡറിനനുസരിച്ചാണോ ചെയ്യുന്നത്? ഓർഡർ അനുസരിച്ച് 11 മണി വരെ അല്ലേ?
ഈ ഹാരങ്ങളൊക്കെ പുറത്തോട്ട് പോവാതെ ഇവിടെ തന്നെ വിൽക്കുകയാണോ ചെയ്യുന്നത്? ഇത് ഓർഡർ എല്ലാ ദിവസവും ഉണ്ടാവുമോ? എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട്. ഈ കൊറോണ ടൈമിലൊക്കെ വന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നോ എല്ലാ ദിവസവും? ജോലി കുറവായിരുന്നു. അപ്പം ബിസിനസ് അപ്പോൾ ഒരുപാട് പോയിട്ടുണ്ടാവില്ല ആ സമയത്ത്? ഇതിന്റെ പേരെന്താ? മരിക്കൊളുന്ത്. ഇത് കൊളുന്ത്, സാധാ കൊളുന്ത്. നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ കൊഴുന്ന് നല്ല മണമുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് വേറൊരു ഇലയും കൂടെ കണ്ടു കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മരിക്കൊഴുന്ത് എന്നാണ് പേര്. നല്ല മണമാണേ. ഞാൻ ഫസ്റ്റ് ടൈം പാക്കരുത് പറഞ്ഞില്ല. ഇത് അമ്പലത്തിലെ പൂജയ്ക്ക് അതാ ഹാരം കിട്ടുന്നതൊക്കെ എല്ലാം 100 രൂപ. അത് എങ്ങനെയാ? 100 രൂപ. നമ്മൾ സാധാരണ കാണാത്ത ഒരു പൂവാണിത്. ഈ പൂ എന്താണെന്ന് ചോദിക്കും. ഇതെന്താ ചേട്ടാ? നന്ദിയാർ വട്ടം. എന്താ നന്ദിയാർ വട്ടമാണിത്. ഇത് മാല കെട്ടുമെന്നാണ് അവർ പറയുന്നത്. ഞാനിതുവരെ കണ്ടിട്ടില്ല. മുല്ലപ്പൂ പോലെ തോന്നിച്ചു, പക്ഷെ നീളമുള്ള തണ്ടാണേ. നന്ദിയാർ വട്ടം. ഇതെങ്ങനെയാ ചേട്ടാ വില? 40 രൂപ. ഇതെങ്ങനെ അമ്പലത്തിൽ പൂജയ്ക്ക് അങ്ങനെ വല്ലതുമാണ്? കണ്ടില്ലേ, തുളസിപ്പൂവാണെന്നുണ്ട്. തുളസി ഹാരം കെട്ടാനും അമ്പലങ്ങളിലെ ആവശ്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെന്താ ഇല ചേട്ടാ ഇത്? അല്ല, ഇത് എന്നാ പേര് ഇലക്ക്? ഇത് ഹാരം കിട്ടുന്ന ഇല കേട്ടോ. ഈ പച്ച നിറത്തിലുള്ള ഹാരത്തിന് ഇടയ്ക്കൊക്കെ ഗ്രീൻ കളറിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ പൂമാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇവിടുത്തെ വൃത്തിയും വെടിപ്പും. അങ്ങേയറ്റം വൃത്തിയോടെയാണ് ഈ മാർക്കറ്റ് ഇവിടെ ഉള്ളവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ പനിനീർ ഒക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, പനിനീർ റോസാണ് ഇത്. എൻ്റെ കളർ കണ്ടില്ലേ? ഞങ്ങളുടെ പൂ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. പക്ഷേ പൂക്കളുടെ കാഴ്ചകൾ മാർക്കറ്റിൽ മാത്രമല്ല കേട്ടോ, റോഡ് സൈഡിലെ കടകളിലെല്ലാം പൂക്കച്ചവടം മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഓല കൊണ്ട് മെടഞ്ഞെടുത്ത പൂക്കൂടകൾ. നല്ല രസമല്ലേ കാണാൻ? ഇതും തോവാള കാഴ്ചകൾ തന്നെയാണ്. അപ്പൊ തോവാള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അമ്പലവും പൂമാർക്കറ്റും ഒക്കെ. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പൊ ഇന്ന് എങ്ങോട്ടാ പോകുന്നത് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അത് മറ്റെങ്ങുമല്ല, ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ആദ്യത്തെ വ്ളോഗില്. അതായത് ഞങ്ങളുടെ യാത്രാജീവിതം തുടങ്ങുന്ന എവിടെ നിന്നാണ്? അതെ, രാമേശ്വരം ധനുഷ്കോടിയിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്കിനി കാണാം. അപ്പോൾ അത് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരുടെ അത്യാവശ്യം കരുതി വെച്ചിരുന്ന സ്നാക്സ് എന്നൊക്കെ എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്നുണ്ട്. വിശപ്പുണ്ടാവും, സമയം എത്രയായില്ലേ.
നമുക്കിനി എവിടെന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. തോവാള കഴിഞ്ഞ് നമ്മളിത് പെരുമാൾപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി കേട്ടോ. നിങ്ങളൊരു കാഴ്ച കാണുന്നുണ്ടോ അങ്ങ് ദൂരെ? ഒരു വിൻഡ് മില്ല നമ്മൾ കാണുന്നത്. തമിഴ്നാട്ടിൽ സാധാരണ നമുക്ക് ഈ വിൻഡ് മിൽസ് ഒരുപാട് കാണാൻ സാധിക്കും. നമ്മൾ ഈ പോകുന്ന റോഡിന് ഇരുവശത്തും കാറ്റാടി പാടങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ മുപ്പന്തൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് പോകാം. മുപ്പന്തൽ ദേവീക്ഷേത്രത്തിന് മുന്നിലാട്ടോ. അതായത് തോവാള കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന ഒരു ക്ഷേത്രമാണിത്. ഒരുപാട് തവണ ഞങ്ങൾ ഇതിൻ്റെ മുന്നിലൂടെ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇനി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ ഒരു പ്രതിമ കാണുന്നില്ലേ, ഇത് തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാർവതി ദേവിയെയാണ് തമിഴ്നാട്ടിൽ ഈയക്കി എന്ന് പറയുന്നത്. ഈയക്കി എന്നാൽ മനസ്സിനെ കവരുന്നവൾ, മനസ്സിനെ മയക്കുന്ന സൗന്ദര്യമുള്ളവൾ എന്നാണ് അർത്ഥം. ഈയക്കി പറഞ്ഞു പറഞ്ഞ് ഇശക്കിയായി. ഈ മുപ്പന്തലിന് സമീപത്തുള്ള ഒരു ഗ്രാമമാണ് പഴവൂർ. ആ ഗ്രാമത്തിൽ ഒരു പ്രശസ്തയായ നർത്തകി ഉണ്ടായിരുന്നു. ആ നർത്തകിക്ക് ഒരു മകളും. അവളുടെ പേര് ഇശക്കി. പേര് പോലെ തന്നെ ആരുടെ മനസ്സിനെയും മയക്കുന്ന സൗന്ദര്യമുള്ളവളായിരുന്നു ഇശക്കി. കൂടെ ഇഷ്ടം പോലെ സമ്പത്തും. ഇശക്കിയുടെ സ്വത്ത് മോഹിച്ച് അന്നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ അവളുമായി പ്രണയത്തിലായി. ഒരു ദിവസം അയാൾ ഇശക്കിയോട് സ്വർണവും പണവും എല്ലാം എടുത്ത് അയാളോടൊപ്പം ചെല്ലാൻ ആവശ്യപ്പെട്ടു. ആരും കാണാതെ കാട്ടിലേക്ക് ചെല്ലാനാണ് അയാൾ ഇശക്കിയോട് ആവശ്യപ്പെട്ടത്. കാമുകനെ വിശ്വസിച്ച് സ്വർണവും പണവും എല്ലാം എടുത്ത് ഇശക്കി ആരും കാണാതെ കാട്ടിലെത്തി. അവിടെ കാത്തുനിന്ന കാമുകൻ പക്ഷേ അവളുടെ തലയിൽ കല്ലെടുത്തിടിച്ച് അവളെ കൊന്ന ശേഷം സ്വർണവും പണവുമായി കടന്നു കളയുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ പോകുന്ന വഴി അവനെ ഒരു പാമ്പ് കൊത്തി അവൻ മരണപ്പെട്ടു. അങ്ങനെ ഇസക്കിയും അവളുടെ കാമുകനും മരണപ്പെട്ടു. പക്ഷേ നിഷ്കളങ്കയായ ഇശക്കിയുടെ ആത്മാവ് കൈലാസത്തിലെത്തി ശിവപാർവതിമാരോട് സങ്കടം പറഞ്ഞു. അവളെ സ്നേഹം ഭാവിച്ച് പറഞ്ഞു പറ്റിച്ച് നിഷ്കരണം കൊന്നുകളഞ്ഞ കാമുകനോട് പകരം വീട്ടണമെന്നായിരുന്നു ഇസക്കിയുടെ ആവശ്യം. എന്നാൽ കാമുകൻ പാമ്പ് കടിയേറ്റ് മരിച്ച കാര്യം ശിവപാർവതിമാർ അവളോട് പറഞ്ഞു. പക്ഷേ തനിക്ക് തന്നെ അവനോട് പ്രതികാരം ചെയ്യണമെന്നും അതിനായി തന്നെയും അവനെയും വീണ്ടും ജീവിപ്പിക്കണമെന്നുമായിരുന്നു അവളുടെ ആവശ്യം. ഇത് കേട്ട് മനസ്സലിഞ്ഞ് ശിവപാർവതിമാർ ഇശക്കിയെയും കാമുകനെയും വീണ്ടും ജീവിപ്പിച്ചു. ഇശക്കിക്ക് ലഭിച്ച വരത്തിന്റെ ശക്തിയിൽ ജീവൻ ലഭിച്ച അവളുടെ കാമുകൻ കാട്ടിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പോയി. പക്ഷേ ജീവൻ തിരികെ ലഭിച്ച ഇസക്കി വീട്ടിലേക്ക് പോകാതെ കാട്ടിൽ തന്നെ അലഞ്ഞു നടന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ദിവസം അവൾ കാട്ടിലെ ഒരു കള്ളിമുൾ ചെടിയുടെ ശിഖരം ഒടിച്ചെടുത്ത് ദിവ്യശക്തിയാൽ അതിനെ ഒരു ആൺകുഞ്ഞാക്കി മാറ്റി. ആ കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് നാട്ടിലേക്ക് ചെന്ന് പഞ്ചായത്ത് വിളിച്ചുകൂട്ടി. ഇത് തൻ്റെ കാമുകന്റെ കുഞ്ഞാണെന്നും ഇപ്പോൾ തന്നെ കാമുകൻ ഉപേക്ഷിച്ചിരിക്കുകയാണെന്നും പരാതി പറഞ്ഞു. നാട്ടുകൂട്ടം ഉടനെ കാമുകനെ വിളിച്ചു വരുത്തി. അവിടെ വെച്ച് ഇശക്കിയെ കണ്ട കാമുകൻ ഞെട്ടിത്തരിച്ചുപോയി. അവനൊന്നും മനസ്സിലായില്ല. നാട്ടുകൂട്ടത്തിന് മുന്നിൽ അവൻ കരഞ്ഞു പറഞ്ഞു ഇത് അവൻ്റെ കുഞ്ഞല്ല എന്ന്. ആ സമയം ഇസക്കിയുടെ ഒക്കത്തിരുന്ന കുഞ്ഞ് ഇറങ്ങി പിച്ച വെച്ച് നടന്ന് അവൻ്റെ അടുത്തെത്തി അച്ഛ എന്ന് വിളിച്ചു. ഇത് കണ്ട നാട്ടുകൂട്ടം ഉറപ്പിച്ചു ഇത് ഇയാളുടെ കുഞ്ഞു തന്നെ. പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ നാട്ടുകൂട്ടം ഇശക്കിയെയും അവളുടെ കാമുകനെയും ഒരു വീട്ടിലാക്കി പുറത്തുനിന്നും വാതിൽ പൂട്ടി. രാത്രിയായപ്പോൾ ഇശക്കി തൻ്റെ ഉഗ്രരൂപം പുറത്തെടുത്ത് വിശ്വാസവഞ്ചന കാട്ടി അവളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കാമുകനെ സ്വന്തം കൈയാൽ വധിച്ച് പ്രതികാരം വീട്ടി. പക്ഷേ എന്നിട്ടും ഇസക്കിയുടെ കോപം ശമിച്ചില്ല. ഉഗ്രരൂപിണിയായി കാടുകയറാൻ ശ്രമിക്കുന്ന ഇസക്കിയെ ഔവയാർ കണ്ടു. തൻ്റെ ദിവ്യശക്തിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഔവയാർ ഇസക്കിയെ സമാധാനിപ്പിച്ച് മുപ്പന്തലിൽ കുടിയിരുത്തി. അന്നു മുതൽ ഊരു കാക്കുന്ന കാവൽ ദൈവമായി ഇസക്കി മുപ്പന്തലിൽ കുടിയിരുന്നു എന്നാണ് മുപ്പന്തൽ ഇശക്കി അമ്മൻ കോവിലിൻ്റെ ഐതിഹ്യം.
ഇടതുകാൽ മടക്കി വലതുകാൽ തൂക്കിയിട്ടിരിക്കുന്ന നിലയിലാണ് അതിമനോഹരമായി ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മുപ്പന്തൽ ഇശക്കിയമ്മൻ കോവിലിന്റെ കഥകളൊക്കെ കേട്ട് ക്ഷേത്രമൊക്കെ കണ്ട് നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. ഇവിടെ മുഴുവൻ കാറ്റാടി പാടങ്ങളാണ്. റോഡിന്റെ രണ്ട് വശത്തും ധാരാളം കാറ്റാടികൾ നമുക്ക് കാണാൻ പറ്റും. തമിഴ്നാട്ടിൽ സാധാരണ കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി യന്ത്രങ്ങൾ ഏറ്റവും കൂടുതലായി കാണുന്നത് കന്യാകുമാരി ജില്ലയിലും തിരുനെൽവേലി ജില്ലയിലുമാണ്. അതിൽ കന്യാകുമാരി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാറ്റാടികൾ കാണുന്നത് ഈ മുപ്പന്തൽ ഭാഗത്താണ്. മുപ്പന്തൽ കൂടാതെ കാവൽക്കിണർ, രാധാപുരം, പഴവൂർ, നമ്മുടെ ഇശക്കിയമ്മന്റെ നാടില്ലേ, പിന്നെ ചിദംബരപുരം, ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം വിൻഡ് മിൽസ് അല്ലെങ്കിൽ കാറ്റാടി യന്ത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ സ്ഥലങ്ങളിലെല്ലാം കൂടെ ഏകദേശം 3000 ഏക്കർ സ്ഥലത്ത് കാറ്റാടി പാടങ്ങൾ ഉണ്ട്. ഓരോ വിൻഡ് മില്ലിന്റെയും കറണ്ട് ഉൽപാദന ശേഷി വ്യത്യസ്തമാണ്. ഇവിടങ്ങളിൽ സാധാരണ കാണുന്നത് 225 കിലോ വാട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കാറ്റാടികളാണ്. ഓരോ കാറ്റാടിയും സ്ഥാപിക്കാൻ ഏറ്റവും കുറഞ്ഞത് 80 സെന്റ് മുതൽ 1 ഏക്കർ സ്ഥലം വരെ വേണം. കാണുമ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഏകദേശം 1 ഏക്കർ സ്ഥലത്താണ് ഒരു കാറ്റാടി നിൽക്കുന്നത്. ഈ കാണുന്ന ഓരോ കാറ്റാടിയും സ്ഥാപിക്കുന്നതിന്റെ ചെലവ് എത്രയാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഒരെണ്ണത്തിന് ഏകദേശം 1 കോടി രൂപയാകും. 225 കിലോ വാട്ട് കാറ്റാടിക്കാണ് ഈ വില. 1 മെഗാവാട്ടിന്റെ കാറ്റാടിക്കൊക്കെ ഏകദേശം 6 കോടി രൂപ വില വരും. ഈ കാണുന്ന വിൻഡ് മില്ലിന്റെ ബ്ലേഡ് ഇല്ലേ, ഏകദേശം 15 മീറ്റർ ആണ് നീളം. നമ്മളന്ന് മൈസൂർ ട്രിപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ലോറിയിൽ ഇങ്ങനെ വിൻഡ് മില്ലിന്റെ ബ്ലേഡ് കൊണ്ടുപോകുന്നത്, അതിന്റെ നീളം 60 മീറ്റർ ആണ് കേട്ടോ. അത് 7.5 മെഗാവാട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള വിൻഡ് മില്ലിൻ്റെതാണ്. അതിന്റെ 2 ബ്ലേഡുകൾ ചേർത്ത് വെച്ചാൽ ഒരു ഫുട്ബോൾ കോർട്ടിന്റെ അത്രയും വലിപ്പം വരും. ഈ കാറ്റാടിപ്പാടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് മുഴുവൻ വാങ്ങുന്നത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ കാവൽ കിണർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് കാണുന്നില്ലേ, ഇതിന് പാരലായിട്ട് മേളിൽ കൂടെയാണ് ഹൈവേ പോകുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കയറും. അപ്പോൾ നമ്മളിതാ ഹൈവേ കയറി. ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞങ്ങളുടെ ഈ യാത്രയിൽ ഇതുവരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്യുക. കാഴ്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ധാരാളം ഉണ്ട്. ആ കാഴ്ചകളൊക്കെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ കാണാം. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.